ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി വിവരമെല്ലാം അറിഞ്ഞതിനു ശേഷം ശ്രീകാന്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അമ്മ ഫോണിൽ ഓരോന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. വർഷയ്ക്ക് ഒട്ടും തന്നെ വയ്യാതിരുന്നിട്ടും നീ അവളെ തനിച്ചാക്കി വന്നത് ശരിയാണോ? അന്നേരം ശ്രീകാന്ത് തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കി. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വന്നതുകൊണ്ടാ രേവതി ചേച്ചി ഞാൻ വന്നത്. രേവതി വിട്ടുകൊടുത്തില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും ശ്രീകാന്തെ, വർഷയല്ലേ നിനക്ക് വലുത്? ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തുകൂടായിരുന്നോ? അവളെപ്പോലെ ഒരാൾ നമ്മളെ വിശ്വസിച്ച് വന്നതല്ലേ. നിനക്ക് വയ്യായിരുന്നിരുന്നുവെങ്കിൽ അവൾ നിന്നെ വിട്ടുപോകുമായിരുന്നോ? ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിനും തന്റെ തെറ്റ് മനസ്സിലായി. എനിക്ക് മനസ്സിലാവുന്നൊരു ചേച്ചി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് കരുതിയിട്ടാ പോയത്. പക്ഷേ അവൾ ഇത്ര പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല. അന്നേരം രേവതി പറയുന്നുണ്ട്, അവളുടെ മനസ്സ് അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഏതൊരു പെണ്ണിനും ആഗ്രഹമുണ്ടാവില്ലേ ഇങ്ങനൊരു സമയത്ത് ഭർത്താവ് കൂടെ വേണമെന്ന്. സച്ചിയേട്ടനെ നോക്ക്, എനിക്കൊരു ചെറിയ ജലദോഷം വന്നാൽ പോലും പുള്ളി എല്ലാ ട്രിപ്പുകളും ക്യാൻസൽ ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഇരിക്കാറുണ്ട്. നീ അതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഒരു ഭർത്താവ് കൂടെ നിൽക്കുന്നതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യമെന്ന് കൂടി രേവതി അവനെ ഉപദേശിച്ചു. ഒടുവിൽ അമ്മ പറഞ്ഞതൊന്നും കേൾക്കണ്ടായെന്നും വർഷയുടെ വീട്ടിൽ പോയിട്ട് അവളെ കണ്ട് സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നും രേവതി പറഞ്ഞപ്പോൾ ശ്രീകാന്ത് അതിന് സമ്മതിച്ചു. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയെ നോക്കി പറയുന്നുണ്ട്, രേവതി, എനിക്ക് നിന്നോട് വലിയ ബഹുമാനം തോന്നുന്നു. വീട്ടിലെ മുതിർന്ന ആള് തന്നെ വേണ്ടെന്ന് പറയുമ്പോഴാണ് നീ ഇത്രയും പക്വതയോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് ഒരു കുടുംബത്തിലെ മൂത്തവർ ചെയ്യേണ്ടത്. അമ്മ പോലും ചെയ്യാത്ത കാര്യം നീ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയത്. അന്നേരം രേവതി മറുപടി നൽകി, സച്ചേട്ടാ, അവർ സന്തോഷമായിരുന്നാലല്ലേ നമുക്കു സമാധാനം കിട്ടുള്ളൂ. പക്ഷേ വർഷയ്ക്ക് ഇത്തിരി വാശിയുണ്ട്. ശ്രീകാന്തിനെ വിളിച്ച അവൾ വരുമോ എന്നാണ് എൻ്റെ പേടി. സച്ചി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ ട്രിപ്പിന് അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് കാണിക്കുന്നത് മധുസൂദനൻ മഹിമയോട് വർഷയുടെ വരവിനെ പറ്റിയിട്ട് അന്വേഷിക്കാണ്. വർഷയൊന്നും പറയുന്നില്ലെങ്കിലും പനിയുണ്ടെന്നും മഹിമ പറഞ്ഞപ്പോൾ മധുസൂദനൻ പറഞ്ഞു, അവൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും അവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ട്. നീ അത് ചോദിച്ചു മനസ്സിലാക്കി. എന്നാലല്ലേ നമുക്ക് ആ എരുതിയിൽ എണ്ണ ഒഴിച്ച് അത് വലുതാക്കാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കടന്നു വന്നു. മഹിമ അവനെ സ്വീകരിച്ച് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അവൻ വർഷയെ തിരക്കി. വർഷ മുറിയിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വർഷയെ കാണാൻ പോയി. മഹിമയും മധുസൂദനനും അവർ തമ്മിൽ എന്ത് നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന വർഷയുടെ നെറ്റിയിൽ ശ്രീകാന്ത് കൈവച്ചപ്പോൾ അവൻ ശരിക്കും അങ്ങ് ഞെട്ടി എഴുന്നേറ്റു. പേടിക്കേണ്ട വർഷേ, പനി എങ്ങനെയുണ്ട് എന്ന് സ്നേഹത്തോടു കൂടി ചോദിക്കാണ് ശ്രീകാന്ത്. പക്ഷേ വർഷ ചൂടായി. അതിപ്പോ അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? താൻ എൻ്റെ ഭർത്താവാണോ? ആയിരുന്നെങ്കിൽ എനിക്ക് വയ്യാത്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്നേനെ. ശ്രീകാന്ത് സോറി പറഞ്ഞുവെങ്കിലും വർഷ അതിനൊന്നും വഴങ്ങിയില്ല. എൻ്റെ വീടാണിത്, ഞാൻ ഇവിടെ നിൽക്കും. അന്നേരം ശ്രീകാന്ത് പറയുന്നത്, രേവതി ചേച്ചി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് എൻ്റെ തെറ്റ് മനസ്സിലായത്. രേവതിയുടെ പേര് കേട്ടപ്പോൾ വർഷയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വന്നു. ഓ, അപ്പോ രേവതി ചേച്ചി പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ശ്രീകാന്ത് അങ്ങനെ വർഷയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം കഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് സമാധാനമില്ല വർഷേ. പ്ലീസ്, നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ മുട്ടുകുത്തിയിരുന്ന് ആ ഒരു ഡയമണ്ട് റിംഗ് വർഷയ്ക്ക് നേരെ നീട്ടി. വിൽ യു ഫോർഗീവ് മീ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇത് കണ്ടു വർഷ അന്തം വിട്ടുപോയി. ഓഫീസിൽ നിന്നും കിട്ടിയ വലിയൊരു ഓർഡറിന്റെ പ്രതിഫലം കിട്ടിയപ്പോൾ വാങ്ങിയതാണെന്ന് അവൻ പറഞ്ഞപ്പോൾ വർഷയുടെ ദേഷ്യം അങ്ങ് അലിഞ്ഞില്ലാതായി. അവൾ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മോതിരം കണ്ടിട്ടില്ല. എന്നെ തിരികെ കൊണ്ടുപോവാൻ നീ കാണിച്ച ഈ ആഗ്രഹം കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം മാറുന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു പിണക്കം നിമിഷ നേരം കൊണ്ട് തന്നെ മാറി. അവരങ്ങനെ വീണ്ടും ഒന്നായി. പുറത്തേക്ക് വന്ന വർഷയും ശ്രീകാന്തും ബാഗുമായി ഇറങ്ങുന്നതും കണ്ടുകൊടുത്തിന് മഹിമയും മധുസൂദനനും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ്. 4 ദിവസം നിൽക്കാൻ വന്ന മകൾ ഭർത്താവിനെ കണ്ടപ്പോൾ തന്നെ കൂടെ പോകുന്നു എന്ന് കേട്ടപ്പോൾ മധുസൂദനന് ശരിക്കും ദേഷ്യം വന്നു. ഭർത്താവിനെ കണ്ടപ്പോൾ അവൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇറങ്ങിപ്പോയി. ഇവളെ വെച്ച് ഞാനിനി എന്ത് പ്ലാൻ ചെയ്യാനാണെന്ന് അയാളിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ശ്രുതി മീരയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സച്ചിയുടെ ഫോണിൽ നിന്നും ആ ഒരു വീഡിയോ കിട്ടുന്നില്ല എന്നും നവീൻ ദാസ് ഇനി എന്ത് വേഷത്തിൽ വരുമെന്ന് പേടിയുണ്ട് എന്നും ശ്രുതി പറഞ്ഞു. ആ വീഡിയോ പുറത്തു വന്നാൽ രേവതിയുടെ കുടുംബം തകരുമെന്നും അവരെ വീട്ടിൽ നിന്നും പുറത്താക്കാമെന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. സച്ചിക്ക് അന്ന് രാത്രി പാലിൽ ഉറക്ക ഗുളിക കലർത്തിക്കൊടുത്തുകൊണ്ട് തന്നെ ആ വീഡിയോസ് എല്ലാം ഫോണിൽ നിന്നും എടുക്കാനാണ് ശ്രുതിയുടെ പ്ലാന്. ഡോസ് കൂടാതെ നോക്കണമെന്ന് മീര മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയത്ത് തന്നെ രേവതി രവീന്ദ്രന്റെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നു. ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും സ്നേഹത്തോട് ആ ഒരു തമാശകളെല്ലാം മുന്നോട്ടു പോയി. 45 വയസ്സ് കഴിഞ്ഞാൽ ആഹാരമൊക്കെ നിയന്ത്രിക്കണമെന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ സച്ചി രേവതിയോട് താൻ ഇപ്പോൾ ഒരുപാട് കഴിക്കുമെന്ന് തമാശയായി പറയാണ്. ശ്രുതി ചന്ദ്രമതിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും രേവതി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് ആഹാരം വേണമെന്ന് സച്ചിയെ പിന്തുണച്ചു.
ഒടുവിൽ ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കണ്ട് ചന്ദ്രമതി ഇങ്ങനെ ആകെ അമ്പരന്ന് നിൽക്കുമായിരിക്കും. ചന്ദ്രമതി നോക്കുന്ന സമയത്തിന് ശ്രീകാന്തും വർഷയും ബാഗുമായി അകത്തേക്ക് കയറി വരികയാണ്. ചന്ദ്രമതിയുടെ മുഖം ദേഷ്യം കൊണ്ടങ്ങ് വലിഞ്ഞു മുറുകി. പൂമുഖത്ത് തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശ്രീകാന്തേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളായിട്ട് വരുന്നത് വരെ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട്. നീ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവൾ എങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നാൽ ഇവിടുത്തെ ചിട്ടാവട്ടങ്ങൾ അവൾക്ക് പുല്ലാണെന്ന് അവൾ കരുതില്ലേ? ശ്രീകാന്ത് അന്നേരം ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. എന്നാൽ വർഷ വിട്ടുകൊടുത്തില്ല. അവൾ കയ്യിലിരുന്ന ആ ഒരു ഡയമണ്ട് റിംഗ് ചന്ദ്രമതിയുടെ നേരെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പരിഹാസത്തോട് ചിരിച്ചു. അമ്മേ, നിങ്ങളുടെ മകൻ എന്നെ വിളിക്കാൻ വന്നത് വെറും കൈയോടെയല്ല. എനിക്ക് അത്രക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പുള്ളി ഇങ്ങോട്ടേക്ക് ഓടി വന്നിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഡയമണ്ട് റിംഗ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ ഉള്ളിലെ കലിപ്പങ്ങ് ഇരട്ടിച്ചു. രേവതി ഇടയിൽ കയറി കാര്യങ്ങളൊക്കെ ശാന്തമാക്കാൻ നോക്കി. അമ്മേ, എന്തായാലും അവര് വന്നല്ലോ, അതല്ലേ സന്തോഷം. മോൾ കൊട്ടും തന്നെ വയ്യായിരുന്നു, അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വഴക്കിടണോ? രേവതിയുടെ ഈ ഒരു സ്നേഹം കണ്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് അവളെ ഇങ്ങനെ രൂക്ഷമായി നോക്കി. അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ശ്രുതിയാണെങ്കിൽ തന്റെ പ്ലാന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പാല് തിളപ്പിച്ചു. മീര പറഞ്ഞതുപോലെ തന്നെ കൃത്യം അളവിൽ ഉറക്കുമരുന്നൊക്കെ കലർത്തിക്കൊണ്ട് തന്നെ സച്ചിയുടെയും രേവതിയുടെയും മുറിയിലേക്ക് ചെന്നു. സച്ചി വണ്ടി ഓടിച്ചു വന്ന ക്ഷീണത്തിൽ ഇരിക്കുകയായിരുന്നു. ശ്രുതി പുഞ്ചിരിയോടുകൂടി തന്നെ ഒരു പാൽ ഗ്ലാസ് അങ്ങ് വച്ച് നീട്ടി. സച്ചിക്ക് നല്ല ക്ഷീണം കാണുമല്ലോ, ഇത് കുടിച്ചോ. സച്ചി സംശയമില്ലാതെ തന്നെ അത് വാങ്ങി അങ്ങ് കുടിച്ചു. അധികം വൈകാതെ തന്നെ സച്ചി നേരെ ബെഡിലേക്ക് കടന്നതോടുകൂടെ അങ്ങ് തളർന്നു വീണു. രേവതി അപ്പുറത്തെ മുറിയിൽ തുണി മടക്കി വെക്കുകയായിരുന്നു. ശ്രുതി പതുക്കെ സച്ചിയുടെ ഫോൺ അങ്ങ് തപ്പിയെടുത്ത് ലോക്ക് തുറക്കാൻ ശ്രമിച്ചു. ഓരോ പാറ്റേണും മാറി മാറി പരീക്ഷിക്കുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ രേവതിയുടെ പിറന്നാൾ തീയതി കൊടുത്തപ്പോൾ ഫോണിന്റെ ലോക്ക് അങ്ങ് തുറന്നു. ആ വീഡിയോ ഗാലറിയിൽ തപ്പുന്നതിൽ തന്നെ പെട്ടെന്ന് മുറിയുടെ വാതിലങ്ങ് തുറന്നു. രേവതി അകത്തേക്ക് വരുന്നതും കണ്ടുകൊടുത്തിന് ശ്രുതി ആകെ ഞെട്ടിപ്പോയി. ഫോൺ പെട്ടെന്ന് പുറകിലേക്ക് ഒളിപ്പിച്ചു. ശ്രുതിയോ, നീ എന്താ ഇവിടെ ഈ നേരത്ത്? നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് രേവതി സംശയത്തോട് ചോദിച്ചു. സച്ചി ആണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ട് രേവതിക്ക് എന്തോ ഒരു പന്തികേടും തോന്നി. സച്ചിയുടെ എന്താ ഇങ്ങനെ ഉറങ്ങുന്നത്? ഇങ്ങനെയൊന്നും ഉറങ്ങാറില്ലല്ലോ. താൻ വിളിച്ചിട്ടും മിണ്ടുന്നില്ലല്ലോ. രേവതി സച്ചിയെ തട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രുതി ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ സച്ചി കുറെ വണ്ടി ഓടിച്ചു വന്നതല്ലേ, അതിന്റെ ക്ഷീണമായിരിക്കുമെന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി അവിടെ നിന്നും വലിയ നോക്കിയെങ്കിലും രേവതിയുടെ കണ്ണ് ശ്രുതിയുടെ കയ്യിലായിരുന്നു. നിന്റെ കയ്യിൽ എന്താ ശ്രുതി? അത് സച്ചിയേട്ടന്റെ ഫോണല്ലേ? രേവതി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ആ ബഹളം കേട്ട് ചന്ദ്രമതിയും രവീന്ദ്രനൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അങ്ങനെ എല്ലാവരും കൂടി സച്ചിയെ വിളിച്ചുണർത്താൻ നോക്കിയെങ്കിലും സച്ചിക്ക് ഒരു അനക്കവുമില്ല. പെട്ടെന്ന് സച്ചിയുടെ വായിൽ നിന്നും ചെറിയ തോതിൽ ഒരു പദപദ വരുന്നത് രേവതി കണ്ടു. രേവതി അലറി വിളിച്ചു, ശ്രുതി, നീ എന്താ ഇതിൽ കടത്തിയത്? സത്യം പറ. ചന്ദ്രമതിക്ക് പോലും അന്നേരം അല്ലാത്ത ഭയം തോന്നി. ശ്രുതി പേടിച്ചു വിറച്ച് സത്യമെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിൽ കുറച്ച് ഉറക്കമരുന്ന് കലർത്തിയതാണമേ, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ചെയ്തതാണെന്ന് പറയാണ് ശ്രുതി. രവീന്ദ്രൻ ദേഷ്യത്തോട് കൊടുത്തിട്ട് ശ്രുതിയുടെ കർണത്തൊരൊറ്റന്നങ്ങ് പൊട്ടിച്ചു. നിന്റെ പക തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ മകന്റെ ജീവൻ വെച്ചിട്ടാണോ നീ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാവരും കൂടി സച്ചിയെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി. വർഷയും ശ്രീകാന്തും ഈ ബഹളം കേട്ട് താഴേക്ക് വന്നു. വർഷക്കപ്പോഴാണ് മനസ്സിലായത് തന്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ചതിയുടെ വിത്തുകൾ പാകിയിരിക്കുന്നത് ശ്രുതിയാണ് എന്ന കാര്യം. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഡോസേജ് കൂടിപ്പോയി, ആൾക്ക് ബോധം വരാൻ ഇത്തിരി കൂടി സമയമെടുക്കും. ഐസിയുവിന്റെ പുറത്ത് തളർന്നിരിക്കുന്ന രേവതിയെ കണ്ട് ചന്ദ്രമതിക്ക് ആദ്യമായി കുറ്റബോധം തോന്നി. തന്റെ കൂടെ നിന്ന് രേവതിയെ ഉപദ്രവിക്കാൻ നോക്കിയ ശ്രുതി ഇത്രക്ക് തരം താഴുമെന്ന് അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. സച്ചിക്ക് ബോധം വരുമ്പോൾ ആ സത്യമെല്ലാം തന്നെ പുറത്തു വരുമോ, അതോ ഇനി ശ്രുതി വീണ്ടും പുതിയ തന്ത്രങ്ങൾ മെനയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.